ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സൺഡേ നമ്മളെ ഫാമിലി ഡേ ആണ്. എല്ലാ സൺഡേയും ഫാമിലി ഡേ ആണ്. അപ്പൊ ഇന്ന് നമ്മള് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. എവിടത്തേക്കാ പോന്നേ? നിങ്ങളെ എടുത്തേക്കാ പോന്നെ? മാടായിപ്പാറ. എവിടെയാ പോന്നെ നോറ? മാടായിപ്പാറ. Yes, we are going to enjoy Madaipaara. It's on the way. നമ്മൾ എത്രാമത്തെ പ്രാവശ്യമാണ് മാടായിപ്പാറയിലേക്ക് പോകുന്നതെന്ന് വല്ല ഓർമ്മയുണ്ടോ? എത്രാമത്തെ പ്രാവശ്യം മാടായിപ്പാറയിൽ പോകുന്നത് അറിയോ? ലിയക്കറിയാ? അക്കൂനറിയാം. എത്രാമത്തെ പ്രാവശ്യം? എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാ സൺഡേസും നമ്മള് മാടായിപ്പാറ ഒബ്വിയസ്ലി ഒരു 100 ടൈംസ് എന്തോ പോയി എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മള് മാക്സിമം മാടായിപ്പാറയിലാണ് പോവാറ്. നമ്മളെവിടുന്ന് ഏറ്റവും അടുത്ത ഡെസ്റ്റിനേഷൻ ആണ്. പിന്നെ നമ്മളെ ഫ്രീ ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നമ്മളെ മൈൻഡും നമ്മളെ ശരീരം എല്ലാം ഒന്ന് ഫ്രീ ആക്കാൻ വേണ്ടി പറ്റിയ സ്ഥലമാണ് മാടായിപ്പാറ. കണ്ണൂരിലെ ഏറ്റവും നല്ല ഡെസ്റ്റിനേഷൻ, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് മാടായിപ്പാറ. എന്താ ഇതിന്റെ അഭിപ്രായം? യെസ്, ഓഫ് കോഴ്സ്, അതന്നെ കറക്റ്റ്. ഓക്കെ, നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. മാടായിപ്പാറ കയറ്റം കയറി മാടായിപ്പാറയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ പുതുതായിട്ടൊരു കഫേ വന്നിട്ടുണ്ട്. പുതുതായിട്ടൊരു കഫേ വന്നിട്ടുണ്ട്. കുറച്ചായി വന്നിട്ട് 1-2 വർഷമായി. കബാന റെസ്റ്റോറൻറ്റ്. പിന്നെ ചായ സ്പോട്ട് ഇപ്പൊ ഒരു 5-6 മാസേ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലെല്ലാം ഹിറ്റാണ് ചായ സ്പോട്ട്. ഇവിടെ ഭയങ്കര ഹിറ്റാണ്. സൺഡേ ആയതുകൊണ്ട് മാടായിപ്പാറ അങ്ങനെ എത്തിക്കഴിഞ്ഞു. ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു വലിയൊരു പാറ, വലിയൊരു പ്ലെയിൻ പ്ലേസാണ്. ഭയങ്കര തിരക്കാണ്. മാടായിപ്പാറ എന്ന് പറയുന്ന സ്ഥലം ഫ്രണ്ടിലേക്ക് നോക്കിയാൽ കാണും 2 സൈഡും പാറകളാണ്. ഇത് മുമ്പ് എയർപോർട്ടാക്കാൻ വേണ്ടിയിട്ട് പ്ലാനിലുണ്ടായിരുന്നു. കണ്ണൂർ എയർപോർട്ടിൽ പിന്നെ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് പോയതാണ്. സൈഡാണ് പാറ. ആൾക്കാരിങ്ങനെ വന്നിരിക്കും. ഇവിടുത്തെ മെയിനായിട്ട് ഇവിടെ സംരക്ഷിക്കപ്പെടുന്നത് ഇവിടെ പ്ലാസ്റ്റിക് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇടാനില്ല. അതുകൊണ്ട് തന്നെ കച്ചവടമൊന്നും ഇവിടെ ആൾക്കാർക്ക് കച്ചവടം ചെയ്യാനൊന്നും അനുമതിയില്ല. ഇവിടുത്തെ ഒരു സംരക്ഷണ സമിതി ഒന്നിനും അനുവദിക്കുന്നില്ല. അതിമനോഹരമായ സ്ഥലമാണ്. നമുക്ക് മനസ്സിനും ശരീരത്തിനും ഒരു കുളിർമ. നമ്മളെല്ലാ ഞായറാഴ്ചയും, ഒരു മിക്ക ഞായറാഴ്ചയും ഇവിടെയാണ് വരാറ്. 2 സൈഡും ഉണ്ട്. ഇവിടെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ജൂതക്കുളം. മുമ്പ് ജൂതന്മാർ വന്നപ്പോൾ കുഴിച്ച കുളമാണ് ജൂതക്കുളം. മാടായിപ്പാറ ഇവിടെയെങ്കിലും നിർത്തണം, പക്ഷെ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം. അവിടെയാണ് മാടായിക്കാവ് അമ്പലം. മാടായിക്കാവല്ല, അമ്പലം, ശിവന്റെ അമ്പലമാണ്. ഇവിടെ എവിടെയെങ്കിലും സൈഡാക്കാൻ പറ്റുമോ? ഇവിടെ സൈഡാക്കാൻ്റെ വകുപ്പില്ല. ഇതാ നമ്മളെ മാടായിപ്പാറ, നമ്മളെ സ്വന്തം മാടായിപ്പാറ. നമ്മളൊരു 10-100 പ്രാവശ്യമെങ്കിലും വന്നിട്ടുണ്ടാവും മാടായിപ്പാറയിൽ. അതിന് കാരണം നമ്മളുടെ വീട്ടിൻ്റെ ഏറ്റവും അടുത്തുള്ളൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് മാടായിപ്പാറ. വയലപ്പുറ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഇവിടെയാണ് നമുക്ക് ഫാമിലിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം. കാരണം മനസ്സിന് ഭയങ്കര സന്തോഷം തരുന്ന സ്ഥലമാണ്. നമ്മളിവിടെ വരുമ്പോൾ നമ്മളെ വണ്ടിയിൽ ചെയറും മറ്റു കാര്യങ്ങളെല്ലാം എടുത്തിട്ടാണ് വരുന്നത്. ഇപ്പം മഴേൻ്റെ സീസൺ ആയതുകൊണ്ട് ഈ പ്രാവശ്യം എടുത്തിട്ടില്ല. അമ്മയും വന്നിട്ടില്ല. സാധാരണ ഈവനിങ് സൺഡേയിൽ പള്ളിയിൽ പോയി അതിന് നേരെ എല്ലാവരും, ഞാനും അനിയൻ്റെ ഫാമിലി എല്ലാവരും ഇവിടെ വന്ന് ഇരുന്ന് ഒരു 1-2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ
പിന്നെ തിരിച്ചു പോകുന്നത്. അത് ഒരാഴ്ചത്തേക്കുള്ള ഊർജ്ജം നമുക്ക് ഇവിടുന്ന് കിട്ടും, മനസ്സിന് സമാധാനവും ശാന്തിയും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം. ആഴ്ചയിൽ ഫാമിലി ഒരു ഔട്ടിങ് എല്ലാവർക്കും നിർബന്ധമാണെന്ന എൻ്റെ അഭിപ്രായം. കാരണം എന്ന് വെച്ചാൽ നമ്മളെ ടെൻഷനും കാര്യങ്ങളെല്ലാം നമുക്ക് മാറിക്കിട്ടും. ഇതാ ഒരു വലിയൊരു പാറയാണ്. ഇപ്പം മഴ പെയ്തുകൊണ്ട് താഴിലൊക്കെ ചെറിയ ചളിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ധാരാളം പേര് എന്നാലും ഇപ്പം വന്നിട്ടുണ്ട്. മഴയായതുകൊണ്ട് വരണ്ടാന്ന് വിചാരിച്ചതാണ്. പക്ഷേ പിള്ളേർ എല്ലാ ആഴ്ചയും പോകുന്നതുകൊണ്ട് നിർബന്ധമായിട്ടും എവിടെയെങ്കിലും പോകണം എന്നുള്ളൊരു അവസ്ഥയാണ്. അതാണ് ആ ഒരാഴ്ച നമുക്ക് പിള്ളേർക്ക് സ്കൂളിൽ പോകാനും എല്ലാം ഭയങ്കര ഉന്മേഷമായിരിക്കും. ഹായ് പറഞ്ഞേ. ഏഴുമലേൻ്റെ താഴ്വരയാണ്. നമ്മളെ വൈഫ് ഭടന്മാരുടെ ഡ്രസ്സെല്ലാം ഇട്ടിട്ടാന്ന് വന്നത്. എന്ത് പറയുന്നത്? നമ്മളെ മൂത്ത മോളാണ് ആഗ്നസ് നദാലിയ. ഇവൾക്കാണ് ഞായറാഴ്ച പുറത്തു പോകേണ്ടത് നിർബന്ധമായിട്ടുള്ളൊരു അവസ്ഥയായിട്ടില്ല. ഞാനിന്ന് പോകണ്ടെന്ന് വിചാരിച്ചതാണ്, കാരണം മഴയും കാര്യങ്ങളെല്ലാം ഒന്നല്ല. അപ്പോൾ എങ്ങനെ നമ്മൾ വീട്ടിൽ ഇരിക്കാൻ വിടൂല, അത്രമാത്രം പ്രഷറാണ്. ഞായറാഴ്ച ഒന്ന് മഴയായാൽ പോലും ഒന്ന് റൗണ്ട് അടിക്കണം വണ്ടിയിൽ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി സൺഡേ.